കേരള നിയമസഭയുടെ 16ാം തിരഞ്ഞെടുപ്പ് ഇക്കഴിഞ്ഞ ഏപ്രിൽ 9 അവസാനിച്ചെങ്കിലും കേരളത്തിലെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ഇനിയും അവസാനിച്ചിട്ടില്ല. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും ഭരിക്കുന്ന കക്ഷിക്കെതിരായിരിക്കും ജനഹിതം. ഈ 5 കൊല്ലം UDF ഭരിച്ചാൽ അടുത്ത 5 കൊല്ലം UDF പ്രതിപക്ഷത്തിരിക്കട്ടെ എന്നായിരിക്കും ജനം തീരുമാനിക്കുക. അതുപോലെ തന്നെ ഇത്തവണ LDF ആണ് ഭരിക്കുന്നതെങ്കിൽ അടുത്ത തവണ LDF പ്രതിപക്ഷത്തായിരിക്കും. എന്നാൽ ആ കീഴ്വഴക്കത്തിന് മാറ്റം സൃഷ്ടിച്ചത് 2021 തിരഞ്ഞെടുപ്പിലായിരുന്നു. കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തുടർ ഭരണത്തിനായിരുന്നു പിണറായി ഗവൺമെന്റിനെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റിന് മൂന്നാമതൊരവസരം കൂടി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും പ്രവചിക്കുന്നതാണ് കേരളത്തിൽ പുറത്തു വന്ന സർവേകൾ. എന്നാൽ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ തരംഗം പ്രകടമാണെന്നും ആ തരംഗം തങ്ങളെ വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്നാണ് UDF പ്രതീക്ഷ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്ന ചർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസിൽ കൊടുമ്പിരികൊള്ളുന്നത്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ഒരു എറണാകുളംകാരനാകണമെന്ന് എറണാകുളം DCC പ്രസിഡന്റും കൊച്ചിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായിരുന്ന ഷിയാസ് ഇന്ന് അഭിപ്രായപ്പെട്ടു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. ഈ തിരഞ്ഞെടുപ്പിൽ UDF തോൽക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ വനവാസത്തിന് തയ്യാറാണെന്ന് പറഞ്ഞതിലൂടെ VD സതീശൻ ലക്ഷ്യം വെക്കുന്നത് ജയിച്ചാലുള്ള ആ മുഖ്യമന്ത്രി പദം തന്നെയാണ്. എന്നാൽ VD സതീശന്റെ ആ ആഗ്രഹത്തിന്മേൽ ചെക്ക് വെക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവും VD സതീശന്റെ രാഷ്ട്രീയ ഗുരുക്കളിൽ ഒരാളുമായ രമേശ് ചെന്നിത്തലയാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയുമായുള്ള തർക്കം മുറുകുകയാണെങ്കിൽ ഹൈക്കമാൻഡിന് ഇടപെടേണ്ടി വരും. അങ്ങനെ ഒരു പൊതുസമ്മതനെ മുഖ്യമന്ത്രി ആക്കേണ്ടി വന്നാൽ ആ പൊതു സ്വതന്ത്രനാകാനുള്ള തയ്യാറെടുപ്പിലാണ് KC വേണുഗോപാൽ. ഒപ്പം കോൺഗ്രസിനെ രക്ഷിക്കാൻ ശശി തരൂരിനെ കളത്തിലിറക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത KC വേണുഗോപാലോ ശശി തരൂരോ മുഖ്യമന്ത്രിയാകണമെങ്കിൽ 6 മാസത്തിനുള്ളിൽ മത്സരിച്ച് ജയിച്ച് ശക്തി തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആരാകും ഇവർക്ക് വേണ്ടി ബലിയാടാകുക? ഏതു മണ്ഡലത്തിൽ നിന്നായിരിക്കും ഇവർ മത്സരിക്കുക? അത് കേരളത്തിലെ കോൺഗ്രസിന് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ഒരാൾ തന്നെ ആകട്ടെ ആ പൊതുസമ്മതൻ എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയാൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫിന് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ കൂട്ടത്തിൽ സീനിയേഴ്സ് ആയിട്ടുള്ള K മുരളീധരനോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ഒക്കെ നറുക്കു വീഴുമോ എന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. എന്നാൽ യുവാക്കളിൽ ആരെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയാൽ PC വിഷ്ണുനാഥിനോ ഷാഫി പറമ്പിലിനോ നറുക്കു വീണേക്കാം. ചാണ്ടി ഉമ്മനെയും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ഫോർമുലകളെല്ലാം പരാജയപ്പെടുകയാണെങ്കിൽ അവിടെ ഘടകകക്ഷികളിൽ ആരെങ്കിലും മുഖ്യമന്ത്രിയായാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കും ഏറ്റവും സാധ്യത. ഇത്തവണ PJ ജോസഫ് മത്സരിക്കുന്നില്ല എന്നതും കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായ ഘടകമാണ്. ഇങ്ങനെ പലവിധമായ ഫോർമുലകളും ചർച്ചകളും കോൺഗ്രസിലും UDFിലും ഒക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നടക്കുന്നുണ്ടെങ്കിലും മെയ് 4 വരുന്ന ജനഹിതം അത് UDFിന് അനുകൂലമാകുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം. ഈ അവസരത്തിൽ 2021 തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിൽ നടന്ന ചർച്ചയാണ് ഓർമ്മ വരുന്നത്. 2.5 കൊല്ലം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകും, ബാക്കി 2.5 കൊല്ലം രമേശ് ചെന്നിത്തലയും. ശേഷം സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. എന്താണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി? നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക്